ആദാബറസ് പ്രിയപ്പെട്ട കുട്ടികളെ, 7ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠമായ ജോ ബോയേഗ വോ കാട്ടേഗ എന്ന പാഠവും അതിലെ ആദ്യത്തെ 2 പ്രവർത്തനങ്ങളും നാം കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടു. ഇന്ന് അതിലെ ഏറ്റവും അവസാനത്തെ ഒരു പഠന പ്രവർത്തനമാണ് പരിചയപ്പെടുത്തുന്നത്. നാം നമ്മുടെ ചുറ്റുപാടിൽ പാഠഭാഗത്ത് സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരുപാട് പച്ചക്കറികളും ധാന്യങ്ങളും ഒക്കെ കാണാറുണ്ട്. നമ്മുടെ കേരളത്തിലേക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇവ കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പച്ചക്കറികളും ധാന്യങ്ങളും, പച്ചക്കറികൾക്ക് തർക്കാരി എന്നും ധാന്യങ്ങൾക്ക് അനാജ് എന്നുമാണ് പറയുന്നത്. ഇവിടെ കള്ളിയിൽ അവ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഗേഹോ, ഗേഹോ എന്താണിത്? ഗോതമ്പ് അല്ലേ? ഗോതമ്പ്. അടുത്ത് നോക്കൂ, കദ്ദു. കദ്ദു എന്ന് പറഞ്ഞാൽ മത്തൻ അല്ലേ? മത്തൻ. അടുത്തത് പുതിയ ഒരു പദമായിരിക്കും, ബാജ്റ. ബാജ്റ എന്ന് പറഞ്ഞ അർത്ഥം ചാമ, തിന എന്നതൊക്കെയാണ്. അരി പോലെ തന്നെ നമ്മളെ കഞ്ഞി ഉണ്ടാക്കാൻ, പിന്നെ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരിനമാണ് ചാമ, തിന. അടുത്ത ടമാട്ടർ, എല്ലാവർക്കും അറിയാം. തക്കാളി നമ്മൾ പരിചയപ്പെട്ടതാണ്. ചാവൽ അരിയാണ്. ചാവൽ എന്ന് പറഞ്ഞാൽ അരിയാണ്. കക്കടി എന്ന് പറഞ്ഞാൽ കക്കിരിക്ക. കക്കടി, കക്കിരി. അടുത്തതോ കരേല. കരേല എന്ന് പറഞ്ഞാൽ കൈപ്പക്ക അല്ലെങ്കിൽ പാവക്ക. റാഗി. റാഗി നിങ്ങൾക്കറിയാം അല്ലേ? കുട്ടികൾക്കൊക്കെ വരകി കൊടുക്കുന്ന രായി. മിർച്ച്, മുളക്. മിർച്ച്, മുളക്. ആലു, ഉരുളക്കിഴങ്ങ്. ആലു എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ്. ദാൽ എന്ന് പറഞ്ഞാൽ പരിപ്പ്. ദാൽ, പരിപ്പ്. ഭിണ്ടി. ഭിണ്ടി എന്ന് പറഞ്ഞാൽ വെണ്ടക്ക. ബന്ദ് ഗോപി പറഞ്ഞാൽ ക്യാബേജ്. ചന. ചന എന്ന് പറഞ്ഞാൽ കടല. രായി. രായി എന്ന് പറഞ്ഞാൽ കടുകാണ്. രായി പറഞ്ഞാൽ കടുക്. ഓർക്കുക, രാഗിയും രായിയും വ്യത്യാസപ്പെട്ടിരിക്കും. റാഗി കുട്ടികൾക്ക് കൊടുക്കുന്ന അതും, രായി എന്ന് പറഞ്ഞാൽ കടുകുമാണ് കേട്ടോ. ഇനി ഇതുപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? അനാജ്, തർക്കാരികൾ ഇവ തരം തിരിച്ച് എഴുതുക. ആപ്പ് ആപ്കെ മേരെ പ്യാരി കിതാബ് മേ അനാജ് और തർക്കാരിയാ അലഗ് അലഗ് ഖാനോ മേ ലിഖിയെ. നിങ്ങൾ എന്ത് ചെയ്യണം? 2 കള്ളി വരയ്ക്കുക. ഒരു കള്ളിയിൽ അനാജ് എഴുതുക, മറ്റു കള്ളിയിൽ തർക്കാരി എഴുതുക. ഇപ്പോൾ കാണിച്ചു തന്നതിൽ ഏതെല്ലാമാണ് അനാജ് എന്ന് നോക്കിയിട്ട് അവ അനാജിലും ഏതെല്ലാമാണ് പച്ചക്കറികളെന്ന് നോക്കിയിട്ട് അവ തർക്കാരിയ എന്ന കള്ളിയിലും എഴുതുക. അതിനുശേഷം ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പച്ചക്കറിയെക്കുറിച്ചോ ഒരു അനാജിനെക്കുറിച്ചോ കുറച്ച് സെൻറ്റൻസ് എഴുതാനുള്ള വളരെ എളുപ്പമുള്ള പ്രവർത്തനമാണ് ഏറ്റവും അവസാനത്തെ പ്രവർത്തനം. ജയ്സെ, ഞാൻ ഉദാഹരണം പറയാം, ഞാൻ എഴുതുന്നില്ല. ये टमाटर है, टमाटर एक तरकारी है, टमाटर का रंग लाल है, टमाटर से सालन बनता है. ഇതുപോലെ നിങ്ങൾക്കും എഴുതാം.